ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആട്ടപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. രാവിലെ ആണെങ്കിലോ വൈകുന്നേരം ആണെങ്കിലോ ഒക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സ്നാക്കാണിത്. അപ്പോൾ അതുണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർക്കുകയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2.5 കപ്പ് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മാവ് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് 2-3 ഉരുളകളാക്കി വെക്കാം. ഇനി ഇത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഈ മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്തി കഴിഞ്ഞാൽ ഇതിന് മുകളിലും കുറച്ച് എള്ളിട്ട് കൊടുക്കാം. ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ട്രയാങ്കിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈയിലായിരിക്കണം കേട്ടോ ഫ്ലെയിം വെക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ഈ സ്നാക്ക് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.